Hello guys, welcome back to Cricket Talks with Kiran. Chennai Super Kings vs Kolkata Knight Riders. MS ധോണി ചെന്നൈ സൂപ്പർ കിങ്സിന്റെ അമരത്ത് വീണ്ടും എത്തിയിരിക്കുന്നു. ഇന്നത്തെ മത്സരത്തിലേക്ക് നോക്കുമ്പോൾ ചെന്നൈ സൂപ്പർ കിങ്സ് നിരയിൽ ഉണ്ടായിരിക്കുന്ന ഏറ്റവും വലിയ മാറ്റം ഇതാണ്. ക്യാപ്റ്റനായ ഋതുരാജ് ഗെയ്ക്വാദ് പരിക്കേറ്റ് ഈ സീസണിൽ പുറത്തായതോടെയാണ് MS ധോണി വീണ്ടും ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് തിരികെ എത്തുന്നത്. CSKയ്ക്ക് 5 തവണ കിരീടം സമ്മാനിച്ച നായകനാണ് ധോണി. CSKയുടെ ആത്മാവ് എന്ന് തന്നെ വിശേഷിപ്പിക്കാൻ കഴിയുന്ന താരം. CSK ആരാധകരുടെ ഒരേ ഒരു തല. ആദ്യ മത്സരത്തിലെ വിജയത്തിന് ശേഷം തുടർച്ചയായ 4 പരാജയങ്ങളുമായി ഫോമില്ലാതെ വലയുന്ന CSK തിരികെ പിടിക്കാൻ ക്യാപ്റ്റൻ ധോണിക്ക് കഴിയുമോ? ഇന്നത്തെ മത്സരത്തിലേക്ക് വരുമ്പോൾ MS ധോണി തിരികെ ക്യാപ്റ്റൻ സ്ഥാനത്തെത്തുന്നത് CSK ബാധിക്കാൻ സാധ്യതയില്ല. ഒന്നുകൂടി ഒരു ക്യാപ്റ്റൻസി പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ അത് CSKയ്ക്ക് ഗുണകരമാവത്തേ ഉള്ളൂ. കാരണം എന്തുകൊണ്ടും ഋതുരാജ് ഗെയ്ക്വാദിനേക്കാൾ ക്യാപ്റ്റൻസി എക്സ്പീരിയൻസും ആ ഒരു ഗെയിം അവയർനെസ്സും ഒക്കെ ഉള്ള താരമാണ് ധോണി. എന്നാൽ ബാറ്റിംഗ് പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ ഋതുരാജ് ഗെയ്ക്വാദിന്റെ മിസ്സിംഗ് എന്ന് പറയുന്നത്, ഈ ഒരു ഇഞ്ചുറി എന്ന് പറയുന്നത് അവർക്ക് വളരെ വലിയൊരു തിരിച്ചടിയാണ്. ഇപ്പോൾ ആദ്യത്തെ മത്സരത്തിൽ അവർ ജയിച്ച ആകെ ഒരു മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസിനെതിരെ ആ ജയിക്കാനായിട്ടുള്ള പ്രധാന കാരണം ആ ഋതുരാജ് ഗെയ്ക്വാദിന്റെ ഒരു ക്വിക്ക് ഫയർ 50 ആണ്. ശരിയാണ്, രചന മത്സരത്തിൽ 50 അടിച്ചിരുന്നു, ടീമിനെ വിജയത്തിൽ എത്തിക്കുകയും ചെയ്തു. പക്ഷേ ആ ഒരു മത്സരത്തിൽ ഏറ്റവും കൂടുതൽ ഇമ്പാക്ട് ഉണ്ടാക്കിയത് ഗെയ്ക്വാദിന്റെ ഇന്നിംഗ്സ് ആണ്. ആ ഒരു 22 ബോൾ 50 ആണ് പവർ പ്ലേയിൽ തന്നെ മത്സരം നമ്മുടെ മുംബൈയിൽ നിന്നും അകറ്റിയത്. അതുപോലെ ഇമ്പാക്ട് ഇന്നിംഗ്സുകൾ കളിക്കാൻ കഴിവുള്ളൊരു താരമാണ് ഗെയ്ക്വാദ്. ഇപ്പോൾ ഗെയ്ക്വാദിന് പ്രോപ്പറായിട്ടൊരു റീപ്ലേസ്മെന്റ് അവരുടെ ബെഞ്ചിലില്ല. ഇപ്പം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ മത്സരത്തിൽ ഓപ്പണിംഗ് ഇറങ്ങിയത് ത്രിപതിയാണ്. ചിലപ്പോൾ ഒരുപക്ഷെ ഇന്ന് ത്രിപതി തന്നെ ആയിരിക്കാം ഗെയ്ക്വാദിനെ റീപ്ലേസ് ചെയ്യുന്നത്. പിന്നുള്ള ഓപ്ഷൻ ദീപക് ഹൂഡയാണ്. പിന്നെ 2 യങ് പ്ലേയേഴ്സ് ഉണ്ട്, ഷെയ്ഖ് റഷീദ് ഉണ്ട്, ആന്ദ്രേ സിദ്ധാർത്ഥ് ഉണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് താരങ്ങൾ അവിടെ ഉണ്ടെങ്കിലും നമ്മുടെ ഗെയ്ക്വാദിന്റെ ഒരു പൊട്ടൻഷ്യൽ, ആ ഒരു കാലിബർ ഉള്ള പ്ലേയേഴ്സ് നമ്മുടെ CSKയുടെ ബെഞ്ചിലില്ല. അപ്പോൾ ഒരു ബാറ്റിംഗ് പോയിന്റ് ഓഫ് വ്യൂവിൽ തീർത്തും ഈ ഗെയ്ക്വാദിന്റെ പരിക്കെന്ന് പറയുന്നത് തിരിച്ചടിയാണ്. പക്ഷേ ക്യാപ്റ്റൻസി പോയിന്റ് ഓഫ് വ്യൂവിൽ ഞാൻ പറഞ്ഞ പോലെ അത് ബാധിക്കാനിടയില്ല. ചിലപ്പോൾ കുറച്ചുകൂടി ഒരു ബൂസ്റ്റ് കിട്ടിയെന്ന് വരാം. CSKയുടെ ഈ സീസണിനെ സംബന്ധിച്ച് ഇന്നത്തെ മത്സരം ഒരുപാട് പ്രാധാന്യമുള്ളതാണ്. അതിന് കാരണം ഇന്ന് അവർ കളിക്കുന്നത് അവരുടെ ഹോം ഗ്രൗണ്ടായ ചെപ്പോക്കിലാണ്. ഇപ്പോൾ ഞാൻ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്, അവരുടെ ഒരു ടീം സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത് തന്നെ ചെപ്പോക്കിൽ ഡോമിനേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. കാരണം ഒരു സ്പിൻ ഹെവി അറ്റാക്കാണ് നമ്മുടെ CSKയുടെ ടീം എന്ന് പറയുന്നത്. ഇപ്പോൾ CSKയുടെ ടീം റിവ്യൂ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, അവർക്ക് ചെപ്പോക്കിൽ ഒരു 5 മത്സരമെങ്കിലും ജയിച്ചാൽ മാത്രമേ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയൂന്ന്. അതിന് കാരണം ഇപ്പോൾ റൺസ് ഒഴുകുന്ന പിച്ചസായ, അതായത് ഹൈദരാബാദ്, പിന്നെ നമ്മുടെ ബംഗളൂരു, ചിന്നസ്വാമി, അതുപോലെ നമ്മുടെ വാങ്കഡെ, അതുപോലെ ഒരു ഫാസ്റ്റ് ആയിട്ടുള്ള റൺസ് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന വിക്കറ്റുകളിലേക്ക് വരുമ്പോൾ, പിച്ചുകളിലേക്ക് വരുമ്പോൾ ഇവരുടെ ടീമിൽ പവർ ഹിറ്റേഴ്സ് കുറവാണ്. അത് പവർ ഹിറ്റേഴ്സ് ഇല്ലാന്ന് തന്നെ പറയാം. നമുക്കിപ്പോൾ ഒരു ഡെസിഗ്നേറ്റഡ് പവർ ഹിറ്റർ എന്ന് പറയാൻ സാധിക്കുന്നത് ശിവം ദുബെ മാത്രമാണ്. ബാക്കിയുള്ള ടീമുകൾ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത് നോക്കിയാൽ അവരുടെ ടീമുകളിലെല്ലാം പവർ ഹിറ്റേഴ്സ് ഉണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെ നമുക്ക് ശിവം ദുബെ മാത്രമേ പറയാൻ കഴിയൂ. ശിവം ദുബെ ആണെങ്കിൽ കാര്യമായിട്ട് ഉള്ള ഫോമിലും അല്ല. ഇപ്പം കഴിഞ്ഞ മത്സരത്തിൽ മാത്രമാണ് അത്യാവശ്യം ഒരു ഭേദപ്പെട്ട ഇന്നിംഗ്സ് കളിച്ചത്. അതിന് മുൻപ് ശിവം ദുബെയുടെ ടോപ്പ് സ്കോർ എന്ന് പറയുന്നത് വെറും 19 റൺസ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർക്ക് ഡോമിനേറ്റ് ചെയ്യാനുള്ള, അങ്ങനത്തെ ഗ്രൗണ്ടിൽ ഡോമിനേറ്റ് ചെയ്യാനുള്ള ഒരു പേസ് അറ്റാക്ക് ഇല്ല. അതുപോലെ തന്നെ പവർ ഹിറ്റേഴ്സും ഇല്ല. ഇപ്പോൾ ഹോമിൽ 5 മത്സരങ്ങൾ ജയിക്കുകയാണെങ്കിൽ ഏവയിൽ എങ്ങനെയെങ്കിലും ആ ഒരു വിന്നിംഗ് മൊമെന്റം വന്നിട്ട് 2-3 മത്സരങ്ങൾ ജയിച്ചിട്ട് കയറിപ്പോകാൻ കഴിയുകയും ചെയ്യും. ഇപ്പോൾ കഴിഞ്ഞ സീസണിലെ കാര്യം നോക്കിയാൽ അവർ ഹോമിൽ 5 മത്സരങ്ങൾ ജയിച്ചിട്ട് പോലും അവർക്ക് പ്ലേ ഓഫിലേക്ക് കടക്കാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ നമ്മൾ ഈ സീസണിൽ ചെപ്പോക്കിൽ 3 മത്സരങ്ങൾ കഴിഞ്ഞു, ഒരു മത്സരത്തിൽ മാത്രമേ ജയിക്കാൻ സാധിച്ചിട്ടുള്ളൂ. ഇനിയും ചെപ്പോക്കിൽ 4 മത്സരങ്ങൾ മാത്രമാണുള്ളത്. അപ്പോൾ ഇന്നുകൂടി തോറ്റ് കഴിഞ്ഞാൽ അവർക്കിനിയും ചെപ്പോക്കിൽ മാക്സിമം ജയിക്കാനാവുന്നത് 4 മത്സരമാണ്. കാരണം ഓൾറെഡി ഒരെണ്ണം ജയിച്ചു. ഇനിയുള്ള മത്സരങ്ങളെല്ലാം ജയിച്ചാലും, അതായത് ഇന്നത്തെ തോറ്റ് കഴിഞ്ഞാൽ പിന്നെ ഇനിയുള്ള മത്സരങ്ങളെല്ലാം ജയിച്ചാലും ടോട്ടൽ അവർക്കൊരു 4 വിജയങ്ങൾ മാത്രമേ ആവുന്നുള്ളൂ. അങ്ങനെ വരുമ്പോൾ അവർക്ക് പിന്നെ എവയിൽ ഒരു 4 മത്സരങ്ങൾ കൂടി ജയിക്കേണ്ടി വരും. അത് കുറച്ച് ടഫാണ്, പ്രത്യേകിച്ച് ഒരു ഫോമിലല്ലാതിരിക്കുന്ന ടീമിന് കുറച്ച് ടഫാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ മത്സരം അവർക്ക് വളരെയേറെ പ്രാധാന്യമുള്ളതാണ്. ഇപ്പം ഇനി ഓപ്പണിങ്ങിൽ നമുക്ക് തീർച്ചയായിട്ടും രച്ചിൻ രവീന്ദ്രയും ഡെവൻ കോൺവേയും തന്നെ ആയിരിക്കും. ഇപ്പോൾ 1 ഡൗൺ ആണ് ഗെയ്ക്വാദ് ഇറങ്ങിക്കൊണ്ടിരുന്ന പ്ലേസ്. ഞാൻ എല്ലാ വീഡിയോയിലും പറഞ്ഞത് ഗെയ്ക്വാദ് ഓപ്പണിംഗ് ഇറങ്ങണം എന്ന് തന്നെയാണ്. ഇനിയിപ്പോൾ എന്തായാലും ഗെയ്ക്വാദ് ഇല്ല, അപ്പം പകരം ചിലപ്പോൾ ത്രിപാദി തന്നെ ആയിരിക്കും. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ അവർക്ക് 2 നല്ല പ്ലേയേഴ്സ്, 2 യങ് പ്ലേയേഴ്സ്, യങ് ടാലൻസ് അവരുടെ ബെഞ്ചിലുണ്ട്. ഒന്ന് ഷെയ്ഖ് റഷീദും പിന്നെ ഒന്ന് ആന്ദ്രേ സിദ്ധാർത്ഥും. അപ്പോൾ ഇവരിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ചാൻസ് കൊടുത്ത് നോക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷെ അവർ വീണ്ടും വേണമെങ്കിൽ ത്രിപതിയോ ഹൂഡയോ ട്രൈ ചെയ്യാനും മതി. പിന്നെ ഇപ്പോൾ ബോളിങ്ങിലേക്ക് വരുമ്പോൾ നഥാൻ എല്ലിസ് ഹാർഡ് ലെങ്ത് ഹിറ്റ് ചെയ്യാൻ കഴിയുന്നൊരു ബോളറാണ്. ഇപ്പോൾ പവർ പ്ലേയിൽ ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, ഖലീൽ നന്നായിട്ടാണ് ബോൾ ചെയ്യുന്നത്. ഖലീലിന് അങ്ങനെ ഒരു അടി കിട്ടിയത് കഴിഞ്ഞ മത്സരത്തിൽ മാത്രമാണ്. എങ്കിലും പിന്നെ ശക്തമായിട്ട് തിരിച്ചു വരികയും ചെയ്തു. ആദ്യത്തെ ഓവറിൽ അത്രയും പ്രിയാൻഷാരി അത്രയും അറ്റാക്ക് ചെയ്തിട്ട് പിന്നീട് തിരിച്ചു വരികയും വിക്കറ്റുകൾ എടുക്കുകയും ചെയ്തു. അപ്പോൾ ഖലീൽ നന്നായിട്ട് എറിയുന്നുണ്ട്. പക്ഷേ ഖലീലിനെ കോംപ്ലിമെന്റ് ചെയ്യാനായിട്ടൊരു ബോളർ ഇല്ല. ഇപ്പോൾ സാം കറൻ ആയാലും ജെയ്മി ഓർട്ടൺ ആയാലും മുകേഷ് ചൗധരി ആയാലും ഒക്കെ അടി കൊണ്ടിട്ടുണ്ട്. അപ്പോൾ ഖലീലിന്റെ കൂടെ നഥാൻ എല്ലിസ് വരുമ്പോൾ നല്ലൊരു കോമ്പിനേഷൻ ആയിരിക്കും. അതിനർത്ഥം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് പതിരാനെ പുറത്തിരുത്തേണ്ടി വരും. ഇപ്പോൾ പതിരാനയുടെ കാര്യം പറഞ്ഞാൽ ശരിയാണ്, ഡെത്ത് ഓവേഴ്സിൽ വിക്കറ്റ് എടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എടുക്കുന്നുണ്ട്. പക്ഷേ കഴിഞ്ഞ മത്സരത്തിൽ നന്നായിട്ട് അടിയുണ്ട്, വിക്കറ്റൊന്നും എടുത്തതുമില്ല, 50 റൺസിന് മുകളിൽ അടി കൊള്ളുകയും ചെയ്തു. അതിന് മുമ്പുള്ള മത്സരങ്ങളിൽ ഡെത്ത് ഓവേഴ്സിൽ ശരിയാണ് നന്നായിട്ട് എറിഞ്ഞു. പക്ഷേ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ
ഇപ്പോൾ അതിന് മുമ്പ് പവർ പ്ലേയിൽ നന്നായിട്ട് ബാക്കിയുള്ള ബോളേഴ്സ് എല്ലാം അടി കൊണ്ടു. പവർ പ്ലേയിൽ ഖലീലിനെ കോംപ്ലിമെന്റ് ഒരു ബോളർ ഇല്ല. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ അവർ ഓൾറെഡി ഈ പതിനാനയുടെ ബെസ്റ്റ് പെർഫോമൻസ് എടുക്കുന്ന ഒരു 18ാമത്തെ ഓവറൊക്കെ ആകുമ്പോഴേക്കും കളി ഏകദേശം കൈവിട്ട് പോയി. അപ്പോൾ കൈവിട്ട് പോയി കഴിഞ്ഞിട്ട് പിന്നെ ഓവറെ 1-2 റൺ കൊടുത്ത് എതിരാളികളെ ഒരു 10 റൺസ് താഴെ റെസ്ട്രിക്ട് ചെയ്തുകൊണ്ട് ഇവർക്ക് വലിയ പ്രയോജനമില്ല. ഇപ്പം ഞാൻ പറയുന്നത് ഒരു അൺപോപ്പുലർ ഒപ്പീനിയൻ ആയിരിക്കാം, എങ്കിലും എൻ്റെ അഭിപ്രായത്തിൽ നഥാൻ എല്ലിസിന് ഒരു ചാൻസ് കൊടുക്കണം. ഇപ്പോൾ ഒരു മത്സരം കളിപ്പിച്ചിട്ട് വീണ്ടും ഒരു 50 റൺസോ 40 റൺസോ കൊടുത്തു കഴിയുമ്പോൾ വീണ്ടും എടുത്ത് പുറത്തിടണം എന്നല്ല, ഒരു ലോങ് റോപ്പ് നഥാൻ എല്ലിസിന് കൊടുക്കണം. ഇപ്പോൾ ഓസ്ട്രേലിയയുടെ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് T20 ഫാസ്റ്റ് ബൗളേഴ്സ് എന്ന് പറയാൻ സാധിക്കുന്നത് എല്ലിസാണ്. എല്ലിസ് അവിടെ ഒരു BBL വിന്നിംഗ് ക്യാപ്റ്റനോടാണ്. അപ്പോൾ എല്ലിസിന് തീർച്ചയായിട്ടും ചാൻസ് കൊടുത്ത് നോക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നീട് അവരുടെ സ്പിന്നിരെ വരുമ്പോൾ അശ്വിനെ വീണ്ടും പവർ പ്ലേയിൽ എറിയിക്കാനുള്ള ഗെയ്ക്വാദിന്റെ തീരുമാനം പാളുന്നതാണ് നമ്മൾ കണ്ടത്. മിഡിൽ ഓവേഴ്സിൽ പിന്നെയും കുഴപ്പമില്ല, അശ്വിൻ ഒരു 7.5 ആ ഒരു റേഞ്ചിലാണ് റൺസ് വിട്ടുകൊടുക്കുന്നത്. പക്ഷേ പവർ പ്ലേയിൽ ഒരു 15 പോകുന്നത്. കഴിഞ്ഞ മത്സരത്തിൽ തന്നെ 5 ഓവറിൽ 54 എന്ന ഒരു അവസ്ഥയിൽ പഞ്ചാബ് നിൽക്കുമ്പോഴാണ് അശ്വിന് വീണ്ടും പന്ത് കൊടുക്കുന്നത്. ആ ഓവറിൽ 21 റൺസ് പോയി. പക്ഷേ അശ്വിൻ പിന്നീടുള്ള 3 ഓവറിൽ 27 റൺസേ കൊടുത്തിട്ടുള്ളൂ. അപ്പം പണ്ട് നമ്മുടെ CSKക്ക് വേണ്ടി പവർ പ്ലേയിൽ മികച്ച പ്രകടനങ്ങൾ നടത്തിയ അശ്വിനാണ്, അത് നമ്മൾ മറക്കുന്നില്ല. പക്ഷേ നമ്മൾ റീസെന്റ് ഫോം നോക്കുമ്പോൾ അശ്വിൻ നല്ല എക്സ്പെൻസീവ് ആണ്. അപ്പോൾ അശ്വിന് പകരം നമുക്ക് ആ ഒരു പവർ പ്ലേയിൽ സ്പിന്ന് വേണമെങ്കിൽ നൂർ അഹമ്മദിനെ ട്രൈ ചെയ്യാം. നൂർ അഹമ്മദ് ഈ സീസണിൽ അവരുടെ ബെസ്റ്റ് ബോളർ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്ന താരമാണ്. അപ്പോൾ കഴിഞ്ഞ 2 മത്സരങ്ങളിൽ മാത്രമാണ് അടി കൊണ്ടത്, അതും ഒരു 10 റേഞ്ചിൽ അടി കൊണ്ടു. പക്ഷേ അതിന് മുമ്പുള്ളൊരു 3 മത്സരങ്ങളിൽ നന്നായിട്ട് തന്നെ ബോൾ ചെയ്തു. അപ്പോൾ അവരുടെ ഒരു സ്റ്റാൻഡ് ഔട്ട് ബോളേഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ പറഞ്ഞ പോലെ നൂർ അഹമ്മദും ഖലീൽ അഹമ്മദുമാണ്. പിന്നെ ആ ടീമിൽ ഞാൻ പറഞ്ഞല്ലോ, ഒരു മിഡിൽ ഓർഡർ ഫോം ആവാതെ അവർക്കൊരു വിജയം നമുക്ക് സാധ്യമാവില്ല. ധോണി കഴിഞ്ഞ മത്സരത്തിൽ നന്നായിട്ട് കളിച്ചു, പക്ഷേ ബാക്കിയുള്ള ബാറ്റേഴ്സും കൂടി ഒരു കളക്റ്റീവ് എഫേർട്ടായിട്ട് വന്നു കഴിഞ്ഞാൽ മാത്രമേ ഇവർക്കൊരു വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇത് അവർക്ക് സാധിക്കുകയില്ല എന്നല്ല, ഇപ്പോൾ ഫോം ഇല്ലാതെ ഒഴുന്ന ഒരു ടീമാണ്. T20യിൽ മൊമെന്റം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇന്ന് ചെപ്പോക്കിലാണ് കളി, അവരുടെ ഹോം ഗ്രൗണ്ട് ആണ്, അവരുടെ കാണികളുടെ സപ്പോർട്ട് എന്തായാലും അവർക്കുണ്ടാവും. ധോണി ക്യാപ്റ്റനായിട്ട് തിരികെ എത്തുന്നു. അപ്പോൾ അവർ മാക്സിമം ഒരു ടീം എഫേർട്ട് ഇട്ട് എങ്ങനെയെങ്കിലും ഈ മത്സരം ജയിക്കണം. ഈ മത്സരം ഇന്നുകൂടി തോറ്റു കഴിഞ്ഞാൽ ഏറെക്കുറെ CSK പുറത്തായി എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഇനി നമുക്ക് അവരുടെ എതിരാളികളിലേക്ക് വന്നാൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്. KKRന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബെസ്റ്റ് സീസണും അല്ല, എന്നാൽ വേസ്റ്റും അല്ല, ഒരു ആവറേജ് രീതിയിലാണ് ഇപ്പം പോകുന്നത്. ഇപ്പോൾ 5 മത്സരങ്ങൾ കഴിഞ്ഞു, 2 മത്സരങ്ങൾ ജയിച്ചു. ഉദ്ഘാടന മത്സരത്തിൽ RCBയോട് ദയനീയമായി പരാജയപ്പെട്ടെങ്കിലും അവർ പിന്നീട് RRനെ തോൽപ്പിച്ചു. പിന്നെ SRHുമായിട്ടുള്ള മത്സരം വന്നപ്പോൾ SRHനെ ഭയങ്കര ഡോമിനേറ്റ് ചെയ്താണ് തോൽപ്പിച്ചത്. ഇനിയിപ്പോൾ കഴിഞ്ഞ മത്സരത്തിന്റെ കാര്യം പറഞ്ഞാൽ LSGക്കെതിരെ ഹോം ഗ്രൗണ്ടിലായിരുന്നു. അപ്പോൾ വെറും 4 റൺസിനാണ് തോറ്റത്. സത്യത്തിൽ അവർ ആ ഒരു ആദ്യത്തെ 10 ഓവറിലൊക്കെ LSGയേക്കാൾ മികച്ച രീതിയിലാണ് ബാറ്റ് ചെയ്തത്. പക്ഷേ മിഡിൽ ഓവേഴ്സിൽ വിക്കറ്റുകൾ ഇങ്ങനെ പോയിക്കൊണ്ടേയിരുന്നു. പിന്നെ അവസാനം വന്നു കഴിഞ്ഞപ്പോൾ ഹർഷിത് റാണയ്ക്ക് പ്രോപ്പറായിട്ട് റിങ്കു സിംഗ് സ്ട്രൈക്ക് മാറാൻ സാധിച്ചില്ല. അപ്പോൾ അങ്ങനത്തെ ചെറിയ ഇഷ്യൂസ് ഒക്കെ വന്നിട്ട് വെറും 4 റണ്ണാണ് തോറ്റത്. 238 പോലൊരു ഹ്യൂജ് സ്കോർ ഒപ്പോണന്റ് ടീം പോസ്റ്റ് ചെയ്തിട്ടും വെറും 4 റൺസിന് മാത്രമാണ് തോറ്റതെന്ന് അവർക്ക് ആശ്വസിക്കാം. ആ ഒരു രീതിയിൽ അവർക്കൊരു സ്റ്റാർട്ട് കിട്ടിയതാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഇതിൽ ആശങ്കപ്പെടാനില്ല. പിന്നെ ഇവരുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പണിംഗിൽ കിൻഡൻ ഡീകോക്കിന് കാര്യമായിട്ടൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. ഇപ്പോൾ രണ്ടാമത്തെ മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസിനെതിരെ 97 റൺസ് എടുത്ത് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള മത്സരങ്ങളിൽ ഡീകോക്ക് മിക്കവാറും ഉള്ളതെല്ലാം സിംഗിൾ ഡിജിറ്റ് സ്കോർ ആയിരുന്നു. പിന്നെ ഒരു ഡബിൾ ഡിജിറ്റ് സ്കോർ കയറിയത് കഴിഞ്ഞ മത്സരത്തിലാണ്. സുനിൽ നരൈൻ ആയാലും ഇപ്പോൾ കഴിഞ്ഞ സീസണിലെ ഫിൽസോൾ സുനിൽ നരൈൻ ആ ഒരു കൂട്ടുകെട്ട് എറൗണ്ട് 40-ന് മേളിലായിരുന്നു ആവറേജ്, 200-ന് മേളിലായിരുന്നു സ്ട്രൈക്ക് റേറ്റ്. ആ ഒരു സ്റ്റാർട്ട് അവർക്ക് ഈ സീസണിൽ കിട്ടിയിട്ടില്ല. ഇപ്പോൾ സുനിൽ നരൈൻ ആയാലും കഴിഞ്ഞ മത്സരത്തിൽ നന്നായിട്ട് കളിച്ചു, പക്ഷേ കഴിഞ്ഞ സീസണിൽ കൊടുത്തൊരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ളൊരു സ്റ്റാർട്ട് ഇവർക്ക് കിട്ടുന്നില്ല. പിന്നെ കഴിഞ്ഞ മത്സരത്തിൽ ഇവർ ബാറ്റിംഗ് ഓർഡർ അങ്ങോട്ടും ഇങ്ങോട്ട് ഷഫിൾ ചെയ്തതും അവർക്ക് സക്സസ്ഫുൾ ആയിട്ട് വന്നില്ല. പിന്നെ മിഡിൽ ഓർഡർ നോക്കുമ്പോൾ അജിൻക്യ രഹാനെ നല്ല ഫോമിലാണ്. ഇപ്പോൾ ആദ്യത്തെ മത്സരം തൊട്ട്, ഇപ്പോൾ തോറ്റെങ്കിലും RCB ആയിട്ടുള്ള മത്സരം തൊട്ട് അജിൻക്യ രഹാനെ നല്ല ടച്ചിലാണ്, രഘുവംശ് നല്ല ടച്ചിലാണ്, വെങ്കടേഷ് അയ്യർ ഒരു ടച്ചിലേക്ക് തിരികെ വരുന്നുണ്ട്, റിങ്കു സിംഗും അത്യാവശ്യം കളിക്കുന്നുണ്ട്. അങ്ങനെ ഒരു മിഡിൽ ഓർഡർ വലിയ പ്രശ്നമില്ല. പിന്നെ ഒരു ഇഷ്യൂ ഉള്ളത് ആന്ധ്ര റസലാണ്. റസലിന്റെ കാര്യം പറഞ്ഞാൽ റസൽ ഫോം ഔട്ടാണ്. ഇപ്പോൾ കഴിഞ്ഞ സീസൺ കഴിഞ്ഞിട്ട് പിന്നെ റസൽ പങ്കെടുത്ത ടൂർണമെന്റുകളിലായാലും ഒന്ന് ഇഞ്ചുറി ഇഷ്യൂസ് കാരണം എല്ലാ ടൂർണമെന്റിലും എല്ലാ മത്സരങ്ങളൊന്നും കളിക്കാൻ കഴിഞ്ഞില്ല, അതുപോലെ ഫോമിലും അല്ല. അപ്പോൾ ബോളിങ്ങിലായാലും കാര്യമായിട്ടുള്ള ഫോമിലല്ല, ബാറ്റിങ്ങിലായാലും ഇതേവരെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഈ സീസണിൽ റസലിന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ റസലിനെ പോലൊരു എക്സ്പ്ലോസീവ് ബാറ്റർ, പണ്ട് നമുക്കറിയാം RCBക്കെതിരെ തോറ്റു എന്ന് ഉറപ്പിച്ച കളിയൊക്കെ റസൽ ഒറ്റയ്ക്ക് തിരിച്ചു പിടിച്ച് KKRനെ വിജയിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലൊരു റിസൾട്ടാണ് ഇവർ നമ്മുടെ റസലിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ഇനി അതുപോലൊരു മാജിക് പ്രൊഡ്യൂസ് ചെയ്യാൻ റസലിന് കഴിയുമോ എന്ന കാര്യം നമുക്ക് ഉറപ്പില്ല. ഇപ്പോൾ ഫോം ഔട്ട് ആണ്. അപ്പോൾ ഈ ലോവർ മിഡിൽ ഓർഡറിൽ റസലിന്റെ ആ ഒരു പെർഫോമൻസും ടോപ്പ് ഓർഡറിൽ ക്വിന്റൻ ഡീകോക്കും പിന്നെ ആ ഒരു ക്വിന്റൻ ഡീകോക്ക് സുനിൽ നരൈൻ പാർട്ണർഷിപ്പുമാണ് ഇവരെ വറി ചെയ്യുന്ന ഫാക്ടേഴ്സ്. ഇനിയിപ്പോൾ ബോളിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ പിച്ചുമായിട്ട് ബന്ധപ്പെട്ട് ക്യൂറേറ്ററുമായിട്ട് കുറേയൊക്കെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അവർക്ക് വേണ്ട പിച്ച് കിട്ടിയില്ല എന്നൊക്കെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഒരു മത്സരം SRHനെതിരായ മത്സരം വന്നപ്പോൾ അവർക്ക് വേണ്ട പിച്ച് കിട്ടി. എന്നാൽ കഴിഞ്ഞ മത്സരത്തിൽ വീണ്ടും ഒരു റൺ ഒഴുകുന്ന പിച്ചായിരുന്നു. അപ്പം ഒരു കുറച്ച് സ്ലോ ആയ, അതായത് നല്ല 2 സ്പിൻ ബോളേഴ്സ് അവർക്കുണ്ട്, വരുൺ ചക്രവർത്തി, സുനിൽ നരൈൻ. അപ്പോൾ അവരെ ഹെൽപ്പ് ചെയ്യുന്ന ആ ഒരു സ്പിൻ ബോളിങ്ങിനെ എയ്ഡ് ചെയ്യുന്ന പിച്ച് അവർക്ക് കിട്ടണം
അത് ന്യായമായ ഒരു ആവശ്യമാണെന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ അങ്ങനെ കഴിഞ്ഞ മത്സരത്തിൽ കിട്ടിയില്ല. അങ്ങനെ വന്നപ്പോൾ എതിർ ടീം നന്നായിട്ട് അടിച്ചു. ഇവർക്കും തിരിച്ചടിക്കാനുള്ള ഗുഡ്സ് ഉള്ളതുകൊണ്ട് മാക്സിമം അവർ അടിച്ചു ഒരു 4 റൺസിന് മാത്രമാണ് പരാജയപ്പെട്ടത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഈഡൻ ഗാർഡൻസിൽ നടന്ന മത്സരങ്ങളിൽ ഉണ്ടായ വിവാദങ്ങൾ. ഇപ്പോൾ ചെപ്പോക്കിലേക്ക് വരുമ്പോൾ കുറച്ച് സ്ലോ സർഫസ് ആണ്. ഇവർക്ക് നല്ല 2 സ്പിന്നേഴ്സ് ഉണ്ട്. ഇപ്പം CSKക്ക് ഓഫ് കോഴ്സ് 3 ഹൈ ക്വാളിറ്റി സ്പിന്നേഴ്സ് ഉള്ളതുപോലെ തന്നെ നമ്മുടെ KKRനും നല്ല സ്പിന്നേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ കുറച്ച് സ്ലോ പിച്ചാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് സ്ലോ ആയിട്ടുള്ളൊരു പിച്ച് തങ്ങളുടെ സ്പിന്നേഴ്സിനെ ഹെൽപ്പ് ചെയ്യുമെന്ന വിശ്വാസത്തിലായിരിക്കും KKR വരുന്നത്. KKRന്റെ പേസ് ബോളിങ്ങിന്റെ കാര്യം പറഞ്ഞാൽ ഹർഷിത് റാണ കുഴപ്പമില്ലാതെ എറിയുന്നുണ്ട്. പിന്നെ വൈഭവ് അറോറ SRHനെതിരായ മത്സരത്തിൽ മികച്ച രീതിയിൽ പെർഫോം ചെയ്തു. കഴിഞ്ഞ മത്സരത്തിൽ കുറച്ച് അടി കൊണ്ടു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അവരുടെ പേസ് ബോളിംഗിൽ ഇഷ്യൂ ഉണ്ട്. പിന്നെ അവരുടെ ഫോറിൻ ഫാസ്റ്റ് ബോളറായ സ്പെൻസർ ജോൺസൺ നല്ല എക്സ്പെൻസീവ് ആണ്. ഇപ്പം അതിന് പകരം ആൻഡ്രിക് നോർക്കി ഇറക്കാം എന്ന് പറഞ്ഞാലും നോർക്കിയും റീസെന്റ് ആയിട്ട് നല്ല എക്സ്പെൻസീവ് ആയിട്ടാണ് ബോൾ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നോക്കിയാൽ അവരുടെ പേസ് ബോളിംഗിൽ ഇഷ്യൂസ് ഉണ്ട്. പക്ഷേ എന്നാലും ചെപ്പോക്കിലെ പോലെ കുറച്ച് സ്ലോ ആയിട്ടുള്ള പിച്ചിൽ അവരുടെ സ്പിൻ ബോളേഴ്സിനെ വെച്ചിട്ട് ഇപ്പോൾ അത്രയ്ക്ക് ഫോമിലല്ലാത്ത നമ്മുടെ CSK മിഡിൽ ഓർഡറിനെ പിടിച്ച് കെട്ടാമെന്നായിരിക്കും നമ്മുടെ KKRന്റെ പ്രതീക്ഷ. ഇനി പിച്ച് കണ്ടീഷനിലേക്ക് വന്നാൽ ചെപ്പോക്ക് ബാക്കിയുള്ള പിച്ചുകളെ അപേക്ഷിച്ച് കുറച്ച് സ്ലോ ആയിരിക്കും, സ്പിന്നേഴ്സിനെ എയ്ഡ് ചെയ്യും. പക്ഷേ നമ്മൾ നേരത്തെ അതായത് ഒരു 2-3 വർഷം പിന്നോട്ടുള്ള ചെപ്പോക്കിൻ്റെ അത്രയും ഒരു സ്പിൻ ഫാക്ടർ അവിടെ റീസെൻ്റ് ആയിട്ട് വന്നിട്ടില്ല. അത് സ്റ്റീഫൻ ഫ്ലെമിംഗ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം തങ്ങൾക്ക് പോലും ഈ ഒരു ചെപ്പോക്ക് പിച്ചിനെ റീഡ് ചെയ്യാൻ കഴിയുന്നില്ല, തങ്ങൾക്ക് വേണ്ട രീതിയിൽ ചെപ്പോക്ക് പിച്ച് ബിഹേവ് ചെയ്യുന്നില്ല എന്നുള്ള പരാതി സ്റ്റീഫൻ ഫ്ലെമിംഗ് പരസ്യമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഹോം ടീമിന് പോലും ചില സമയത്ത് പ്രോപ്പറായിട്ട് ചെപ്പോക്ക് പിച്ചിനെ റീഡ് ചെയ്യാൻ കഴിയുന്നില്ല. എങ്കിലും നമ്മുടെ ഒരു പാസ് ഹിസ്റ്ററി വെച്ചിട്ട് ബാക്കിയുള്ള സർഫസിനെ വെച്ച് നോക്കിയാൽ കുറച്ച് സ്ലോ ആയിരിക്കും, സ്പിന്നേഴ്സിനെ എയ്ഡ് ചെയ്യും. കാരണം നമ്മുടെ CSKയുടെ സ്ട്രെങ്തും അത് തന്നെയാണ്. ഇനിയിപ്പോൾ KKRന്റെ കാര്യം പറഞ്ഞാൽ അങ്ങനെ ഒരു സ്ലോ സർഫസ് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ഡോമിനേറ്റ് ചെയ്യാനുള്ള ഗുഡ്സ്, അതായത് വരുൺ ചക്രവർത്തി, നമ്മുടെ സുനിൽ നരേനൊക്കെ ആ ടീമിൽ ഉള്ളത് കൊണ്ട് അവർക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാലും മാനേജ് ചെയ്യാൻ കഴിയുമെന്ന പ്രതീക്ഷ അവർക്കുണ്ടാവും. ഇപ്പോൾ ഇനി പ്രഡിക്റ്റഡ് പ്ലേയിങ് 12ലേക്ക് വന്ന CSKയുടെ കാര്യത്തിൽ ഗെയ്ക്വാദ് ഈ സീസണിൽ കളിക്കില്ലെന്ന് ഉറപ്പായിട്ടുണ്ട്. അവർ കുറച്ച് റീപ്ലേസ്മെന്റിനൊക്കെ നോക്കുന്നുണ്ട്, പക്ഷേ അതൊന്നും ഫൈനലൈസ് ആയിട്ടില്ല. ഇനിയിപ്പോൾ ഇന്നത്തെ മത്സരത്തിൽ അവർക്ക് ഓപ്ഷൻസ് ആയിട്ടുള്ളത് ഒന്ന് രാഹുൽ ത്രിപതിയാണ്. ഇപ്പോൾ ആദ്യത്തെ മത്സരങ്ങളിൽ നന്നായിട്ട് കളിച്ചിട്ടില്ല. അപ്പോൾ രാഹുൽ ത്രിപതിക്ക് ഒരു അവസരം കൂടി അവർ 1 ഡൗണിൽ കൊടുക്കുമോ എന്ന് കണ്ടറിയണം. പിന്നെ ഉള്ളത് ദീപക് ഹൂഡയാണ്. പിന്നെയുള്ളത് 2 യങ് ടാലൻസ് ആണ്, ആന്ദ്രെ സിദ്ധാർത്ഥും ഷെയ്ഖ് റഷീദും. എൻ്റെ അഭിപ്രായത്തിൽ അവർക്കൊരു ചാൻസ്, അതായത് യങ് പ്ലേയേഴ്സിന് ഇപ്പോൾ പല ടീമിലും പഞ്ചാബിൻ്റെ കാര്യത്തിൽ പ്രിയാൻ ഷാരിയ, നമ്മുടെ മുംബൈയുടെ കാര്യത്തിൽ അശ്വനി കുമാർ, വിഘ്നേഷ് പുത്തൂർ, അങ്ങനെ നല്ല യങ് പ്ലേയേഴ്സ് അവരുടെ പൊട്ടൻഷ്യൽ തെളിയിക്കുന്നുണ്ട്. അപ്പം CSKയുടെ ബെഞ്ചിലുള്ള ഇവർ രണ്ടുപേരിൽ ആർക്കെങ്കിലും ഒരാൾക്കൊരു അവസരം കൊടുക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പക്ഷേ അവരങ്ങനെ അതിന് മുതിരുമോ അതോ അവർ പഴയ ഒരു എക്സ്പീരിയൻസിന് തന്നെ ബാങ്ക് ചെയ്യുമോ എന്ന് കണ്ടറിയണം. അല്ലാതെ വലിയ ചേഞ്ചസ് പ്രതീക്ഷിക്കുന്നില്ല. ഇനി എല്ലിസിനെ വേണമെങ്കിൽ അവർക്ക് കൊണ്ടുവരാം. ഇപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ പതിരാന എക്സ്പെൻസീവ് ആയിരുന്നു. ഇനിയിപ്പോൾ എല്ലിസ് ഒരു ഓപ്ഷനാണ്. അതും ആ ഒരു വഴിയും അവർ സ്വീകരിക്കുമോ എന്ന് കണ്ടറിയണം. ഇനി KKRന്റെ കാര്യം പറഞ്ഞാൽ കളി നടക്കുന്നത് ചെപ്പോക്കിലാണ്, സ്പിന്നെ അനുകൂലിക്കുന്ന പിച്ചാണ്. അതുകൊണ്ട് അവർക്ക് വേണമെങ്കിൽ നമ്മുടെ സ്പെൻസർ ജോൺസിന് പകരം മൊയിൻ അലി ആഡ് ചെയ്യാം. മൊയിൻ അലി എന്ന് പറയുമ്പോൾ ഒരു കേപ്പബിൾ ബാറ്ററാണ്, അതുപോലെ ഒരു സ്പിൻ ഓപ്ഷൻ കൂടാണ്. അപ്പോൾ സ്പിന്നെ തുണയ്ക്കുന്ന പിച്ചാകുമ്പോൾ എന്തുകൊണ്ട് നമുക്ക് സ്പെൻസർ ജോൺസിനേക്കാൾ എഫക്റ്റീവ് ആവുക മൊയിൻ അലി ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു ചേഞ്ച് അവരുടെ ടീമിൽ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ക്യാപ്റ്റനായി ധോണി തിരിച്ചു വരുന്നതോടെ ചെന്നൈ സൂപ്പർ കിങ്സിന് വിജയവഴിയിലേക്ക് തിരിച്ചെത്താനാകുമോ? അതോ നിലവിലെ ചാമ്പ്യന്മാരായ KKR ഈ മത്സരം വിജയിക്കുമോ? നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി ഉടൻ തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ക്രിക്ക് ടോക്സ് വിത്ത് കിരൺ.